ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷത്തിന്റെ നാളുകളാണ്. ചിങ്ങമാസത്തിന്റെ അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങള് ഇന്ന് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം നമ്മുടെ കൂട്ടുകാരുടെ കൂടെയും അതുപോലെ വീട്ടുകാരുടെ കൂടെയും ഒക്കെ ഓണം ആഘോഷിച്ചു. എന്നാൽ ഇന്ന് മൈൻഡിലെ കുഞ്ഞു കുട്ടികളുടെ കൂടെയാണ് നമ്മളുടെ ഓണാഘോഷം. എല്ലാവർക്കും പിള്ളേരോണം 2022 ഹൃദ്യമായ സ്വാഗതം. ഒരു ഓണം ആഘോഷമാകുമ്പോ ഓണ സന്ദേശത്തോടു കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അതിനായി നമ്മളുടെ ഏറ്റവും ബഹുമാന്യനും പ്രിയനും ഒക്കെ ആയിട്ടുള്ള ഷക്കീർ മാഷയാണ് സ്വാഗതം ചെയ്യുന്നത്. മാഷെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റേ? എല്ലാവർക്കും ഓണാശംസകൾ. ഏതായാലും വളരെ സന്തോഷമുള്ള ഒരവസരത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. എനിക്ക് ചെറിയ പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ സൗണ്ട് വല്ലാതെ പുറത്തേക്ക് വരില്ല. ഏതായാലും ഈ പേര് വളരെ രസമാണല്ലേ, പിള്ളേരോണം. നിങ്ങൾക്ക് ഇഷ്ടമായില്ല പേര്? അല്ലെങ്കിലും ഓണം എപ്പോഴും കുട്ടികളുടേതാണ്. നിങ്ങൾ കേട്ടില്ലേ വലിയവരൊക്കെ പറയുന്നത്, ഇപ്പോഴെന്ത് ഓണം, വളരെ ചെറുപ്പത്തിലായിരുന്നു ഓണം, ഇപ്പോഴത്തെ ഓണത്തിന് ഒരു രസമില്ലാന്ന്. ഇല്ല, കേട്ടില്ല അങ്ങനെ? എന്താ കാര്യം എന്ന് വെച്ചാൽ ഓണത്തിന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമ്മ അനുഭവിക്കുന്നത് ചെറുപ്പത്തിലാണ്, അല്ലാതെ വലുതാവുമ്പോഴല്ല. കാരണം അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ചെറുപ്പത്തിൽ നമ്മൾ ഒന്നും അറിയേണ്ടതില്ല, എല്ലാം നമ്മളെ വീട്ടുകാർ ഒരുക്കി നമുക്ക് കൊണ്ടുതരും. നമ്മൾ പൂ പറിക്കാനും പൂക്കളം ഇടാനും കുളത്തിൽ ചാടി കുളിക്കാനും അതുപോലെ ഊഞ്ഞാലാടാനും പായസം കുടിക്കാനും പുതിയ ഡ്രസ്സ് ധരിക്കാനും മാത്രം നമ്മൾ ചെയ്താൽ മതി കുട്ടികളായിരിക്കുന്ന സമയത്ത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാരാബ്ദവും ഒരു ബുദ്ധിമുട്ടും അറിയാതെ ആഹ്ലാദത്തിന്റെ ഒരു ലോകത്താണ് അവർ. വലിയവരങ്ങനെയല്ല. വലിയവരാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കണം, പൈസ സംഘടിപ്പിക്കണം, ഓണത്തിനുള്ള എല്ലാം സംഘടിപ്പിക്കണം. ഉത്രാടപ്പാച്ചിൽ എന്നൊരു ദിവസമുണ്ട്, ഉത്രാടത്തിന്റെ അന്ന് ഇങ്ങനെ ഓട്ടമാണ്. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്നത് വലിയവരാണ്. അപ്പൊ വലുതാകുമ്പോൾ വലിയവർക്ക് ഓണം ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഓണത്തിന്റെ രുചി കുറവായിരിക്കും. കുട്ടികൾക്കാണ് എക്കാലത്തും ഓണത്തിന്റെ ആഹ്ലാദം ആസ്വദിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം കുട്ടികളുടേതാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഈ പേര് വളരെ രസകരമായിട്ടുണ്ട്, പിള്ളേരോണം. എല്ലാവരും പറഞ്ഞ് പിള്ളേരോണം അല്ലേ? പിള്ളേരോണം ഭയങ്കര രസമാണ്, പിള്ളേരോണം. അപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും നമുക്ക് ഇതിനോടൊപ്പം നമ്മളെ കൂട്ടിലെ കുട്ടികളും നമ്മളെ മൈൻഡിലെ പ്രതിഭകളും ഒക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാനിതിന് ഒരു 1-2 സന്ദേശങ്ങൾ പറയാനുള്ളത്. ഓണം എപ്പോഴും നൽകുന്നൊരു സന്ദേശം നിങ്ങൾ ഇപ്പോഴൊക്കെ കണ്ട പോലെ ഒരുമയുടേതാണ്, ഐക്യത്തിൻ്റെതാണ്. അത് മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണത്തിന്റെ സന്തോഷങ്ങൾ അലതല്ലുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത്. അത് അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും അറേബ്യൻ നാടുകളിലായാലും നമ്മുടെ നാടുകളിലായാലും എല്ലായിടത്തും. അഥവാ ജാതി മത രാഷ്ട്രീയ എല്ലാത്തിനും അപ്പുറം മറികടന്നുകൊണ്ട് ഒരു ഐക്യത്തിന്റെ ഒരുമയുടെ ഒരു സന്ദേശം ഓണം നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. ആ ഒരു സന്ദേശം തന്നെയാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ ഒത്തൊരുമിപ്പിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓണം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ്. അത് ഉൾക്കൊള്ളുക, നമ്മളെപ്പോഴും നമ്മോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അത് നൽകുന്ന പ്രതീക്ഷയുടേതാണ്.
പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ അറിയാം, ഒരുപാട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ആണെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും എന്താ പറയാ, മാവേലിയെ പോലെ പാതാളത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഒരു ദിവസം വരുമെന്നും ആ ദിവസത്തിൽ നമ്മളുടെ ജീവിതത്തിലും പൂക്കാലങ്ങൾ ഉണ്ടാകുമെന്നും പൂവിൻ്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിമിർപ്പോടു കൂടി നാം ഒരു തിരിച്ചുവരവ് നടത്തുമെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഓണം നൽകുന്ന ഒരു സന്ദേശം പ്രതീക്ഷയുടേതാണ്. ആദ്യത്തേത് ഒരുമയുടെയും ഐക്യത്തിൻ്റെതുമാണെങ്കിൽ രണ്ടാമത്തേത് പ്രതീക്ഷയുടേതാണ്. ഇത്തരം പ്രതീക്ഷകളാണ് നമ്മളെപ്പോലുള്ളവരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം പ്രതീക്ഷകളാണ് നമ്മളെപ്പോലുള്ളവർക്ക് കാത്തിരിക്കാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓണത്തിന്റെ രണ്ടാമത്തെ സന്ദേശമായ പ്രതീക്ഷ ഉൾക്കൊള്ളുക. ആ ഓരോ പ്രതീക്ഷയോടുകൂടി നാം പയ്യെ ഓരോ ചുവട് വെച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ പൂക്കാലം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഇനിയും ആഹ്ലാദത്തിന്റെ പൂക്കാലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓരോ വ്യക്തികൾക്കും, ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ കുട്ടികൾക്കും, ഓരോരുത്തർക്കും, അവരുടെ കുടുംബക്കാർക്കും മൈൻഡിന്റെ വകയും എൻ്റെ സ്വന്തം വകയുമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരുമയുടെയും ഒക്കെ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സ്നേഹം മാഷെ. ഓണാഘോഷത്തിന് മാഷ് പറഞ്ഞ പോലെ ജാതിയോ മതോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും ബാധകമല്ല. പക്ഷെ കുട്ടികളുടെ ഓണത്തിന് ഇച്ചിരി മധുരം കൂടും അല്ലെ? ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് അവരിപ്പോ അവധിക്കാലം ാണ്. ഇന്ന് നമ്മോടൊപ്പം ഇനിയുള്ള കുറച്ച് സമയങ്ങള് പാട്ടുപാടിയും നൃത്തം ചെയ്തും കഥകൾ പറഞ്ഞും അവർ നമ്മളോടൊപ്പം കൂടുകയാണ്. അതിനായി നമ്മളൊപ്പം കൂടെ എത്തുന്നത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരി ആമിയും കൂടെ കൂട്ട് വാലന്റിയർ വിങ്ങിലെ സുജിത്തും ലാമിയയുമാണ്. ഏറെ സ്നേഹത്തോടെ ഞാൻ അവരെ സ്വാഗതം ചെയ്യാണ്. ആമിക്കുട്ടി. ആമി. എനിക്കിങ്ങനെ ചെറിയൊരു ടെക്നിക്കൽ എറർ പറ്റിയതാണ്. അമിത നമ്മളോടൊപ്പം ചേരും. ജാതി. ഓക്കെ ആമി. താങ്ക് യു ഷൈൻത. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 2 കൊല്ലം നമ്മൾ ഓണം തീരെ ആഘോഷിച്ചില്ല. അപ്പൊ ഈ ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ സ്കൂളിലും ഭയങ്കര പ്രോഗ്രാമും പാട്ടും കളിയും ഒക്കെ ആയിട്ട് മാവേലിക്ക് വന്നിട്ട് ഭയങ്കര വലിയൊരു ഓണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര മിസ്സായി. അങ്ങനെ ഒരു ഇത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോഗ്രാം ഒക്കെ എനിക്ക് മിസ്സായി. അപ്പൊ ഞാൻ ഇനി അധികം ബോറടിച്ച് ഇതാക്കുന്നില്ല. ഇനി പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ വിളിക്കാൻ പോകുന്നത് ജെയിനെയാണ്. ജെയിന നമുക്കൊരു ഓണം സോങ് ആണ് പാടി തരുന്നത്. നാട്ടുപൂവേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പം ഞാൻ ജെയിനെ വിളിക്കാം. ജെയിന. നാട്ടിലും വീട്ടിലും ഓണം വന്നേ, നാട്ടുപൂത്തുമ്പികൾ പാട്ടുമായി എത്തുന്നു. നാട്ടിലും വീട്ടിലും ഓണം വന്നേ, ആണിപ്പൂവുകളായി മോർമകൾ ആ വഴി ഈ വഴി പൂത്തുമിന്നേ. ഓണം വന്നേ, തിരുവോണം വന്നേ, ഓർമ്മകൾ പൂത്തുവന്നേ. കാറ്റുമായി കൂടാം കിന കഥനൂയ
കൂടം കിനാക്കൾ തന്നൂയലിൽ മനം വടിക്കും പറന്നുയരാം മാവേലി മന്നന്റെ മണ്ണിൽ തൊഴാം നില തത്തമിട്ടൊത്തു ചേർന്നോണമുണ്ണാം ആണം വന്നേ തിരുവോണം വന്നേ ആൺമകൾ പൂമണം പൂത്തു വന്നേ നാട്ടുപൂത്തുമ്പികൾ പാട്ടും എത്തുന്നു നാട്ടിലും വീട്ടിലും ഓണം വന്നേ ആവണി പൂവുകൾ ആയിരം ഓർമ്മകൾ ആവണി പൂത്തു നിന്നേ ഓണം വന്നേ തിരുവോണം വന്നേ ഓർമ്മകൾ പൂത്തു വന്നേ ഹാപ്പി. ഓക്കെ ജൈന, അടിപൊളി പാടി, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പാടിട്ടോ, സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് കുറെ പാട്ടും ഇതൊക്കെ ആയിട്ട് കേൾക്കാം. ഇനി ഞാൻ അടുത്ത വിളിക്കാൻ പോകുന്നത് ശ്രീഹരിയാണ്. ശ്രീഹരി ഓണം സോങ് തന്നെയാണ് പാടുന്നത്. നമ്മുടെ ഓണം വന്നല്ലോ ഊഞ്ഞാലിത്തല്ലോ. ഞാൻ പറഞ്ഞധികം പറഞ്ഞ് കൊളാക്കുന്നില്ല, ശ്രീഹരി തന്നെ പാടും. അപ്പൊ നമുക്ക് ശ്രീഹരിനെ വിളിക്കാം. ശ്രീഹരി. ഓണം ആയി. ഓക്കെ, പഠിക്കും. ഓണം അല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിൽ നിന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളു. അടിപൊളി പാടി ശ്രീഹരി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ചുകൂടി പാടിക്കൂടെ? ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത വിളിക്കാം. നഫീസത്താണ്. നഫീസത്ത് ഒരു ഡാൻസിന്റെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഡാൻസിന്റെ വീഡിയോ കാണാം. അപ്പൊ എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും ഈ ഡാൻസ് കണ്ട എനർജി ആയില്ലേ? അപ്പം നമ്മളെ നഫീസൊക്കെ അടിപൊളി ഡാൻസ് കളിച്ചു അല്ലെ? നല്ല എന്താ പറയാ, നല്ല എനർജി ആയിട്ട് കളിച്ചു, സൂപ്പറായി. ഓക്കെ, ഇനി അടുത്തത് വേദികയാണ്. വേദിക നമ്മുടെ ഫീലിംഗ് സോങ് ആണ്. ശ്രീരാഗമോ എന്നൊരു സോങ് ആണ്. അപ്പൊ നമുക്ക് വേദികന്റെ സോങ് കേൾക്കാം. വേദിക. ഹലോ, വേറെ പാട്ടാണ്. വേറെ ഓക്കെ, പാടിക്കും. നിരകളാട് ഒരു ഹരിത ചാരി തീരം പുഴയോരം കളനീളം കവിത പാടും തീരം കായലകൾ പോകും തണുവലിയും നിറൻ കാറ്റിൽ ഇളഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയെ കാണുന്ന ഒരു വിലവേം ഒരു ഹരിത ചാരു തീരം പുഴയോരം തലമേളം കവിത പാടും തീരം വിയർത്താലേ
ഓക്കെ, അടിപൊളി പാടിയിട്ട് വേദിക നല്ല രസമുണ്ടായിരുന്നു, സൂപ്പർ. ഓക്കെ, അപ്പം അടുത്തത് ഇനി അനാമിക ചേച്ചിയാണ്. അനാമിക ചേച്ചി ഒരു ഓണം സോങ് ആണ്, പക്ഷെ അതൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തിരുവാവണി രാവുള്ള പാട്ടാണ്. നമുക്കത് കേൾക്കാം, അല്ലാതെ നമുക്ക് കാണാം വീഡിയോ. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടി മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ. കടക്കണ്ണിൻ മഷി നിന്നും മുറപ്പെണ്ണി കവിളത്ത് കുറുമ്പിൻ്റെ കുളിരുമ്പ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞ് കടവത്ത് പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അനാമിക ചേച്ചി നല്ല അടിപൊളി പാടിയിട്ടുണ്ട്, സൂപ്പറാണ്, അടിപൊളി, നല്ല രസത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ അടുത്ത അൻസയാണ്. അൻസ ഒരു സ്പീച്ചാണ്, അപ്പൊ നമുക്ക് അൻസയുടെ സ്പീച്ച് കേൾക്കാം. അൻസ, ഹലോ, അൻസ ഉണ്ടോ? അൻസാനല്ലേ ചോദിച്ചേ? ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അൻസ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായി ഓണാഘോഷത്തെ കുറിച്ച് പങ്കുവയ്ക്കുവാനാണ്. ഓണം മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുകൂടലിന്റെയും ഓർമ്മകളാണ് ഓണം വിളിച്ചറിയിക്കുന്നത്. പൊന്നിൻ ചിങ്ങമാസത്തിലാണ് ഓണം. കൊട്ടും കുരവയും മാർപ്പുവിളികളും പൂക്കളങ്ങളും ഊഞ്ഞാലാട്ടവും ഓണസദ്യകളും എല്ലാമായി ഓണത്തെ വരവേൽക്കുവാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണപ്പുടവ ഒഴിക്കാനാവാത്ത ഒരു ഘടകമാണ്. പുത്തൻ ഉടുപ്പുകളുമായി ഓണക്കളികളിൽ പങ്കെടുക്കുവാൻ കൂട്ടുകാരെല്ലാം തയ്യാറായി കഴിഞ്ഞു. സത്യവും ധർമ്മവും നീതിയുമുള്ള ഒരു ചക്രവർത്തി പണ്ട് നാട് ഭരിച്ചിരുന്നു എന്നതാണ് ഓണാഘോഷത്തെ കുറിച്ചുള്ള ഐതിഹ്യം. പ്രകൃതി പോലും പൂത്തുലഞ്ഞ് ഓണനാളുകളെ വരവേൽക്കുകയാണ്. കള്ളവുമില്ല ചതിയുമില്ല
എല്ലോളമില്ല പൊളിവചനം എന്ന് കവി പാടിയ ആ നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കും ഈ ഓണാഘോഷത്തിൽ പങ്കുകൊള്ളാം. നന്ദി, നമസ്കാരം. അടിപൊളി സ്പീച്ച് പറഞ്ഞിട്ടോ, അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്തത് ജോബിൻ ആണ്. ജോബിൻ ചേട്ടൻ ഒരു ഓണം സോങ് ആണ്, ഒരു പൂവിളി പൂവിളി പൊന്നോണം എന്ന സോങ് ആണ്. അപ്പൊ നമുക്ക് ജോബിൻ ഉണ്ടോ? ജോബിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ശാലിനി സാജു എങ്ങനെ? ശാലിനി സാജു അൺമ്യൂട്ട് ചെയ്യണം. എന്റെ പേര് ജോബിനസ്റ്റർ. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു ഓണപ്പാട്ടാണ്. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവിളിയിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, പാടി ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ, ജോബിൻ നല്ല സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്, സൂപ്പർ ആട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ആഡൻ ആണ്. ആഡൻ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്റെ നാട്ടിൽ തന്നെയുള്ള ആഡൻ. അപ്പം നമ്മളെ ആഡൻ ഒരു ഓണം വന്നല്ലോ എന്നുള്ള പാട്ടാണ് പാടുന്നത്. അപ്പൊ നമുക്ക് അതൊരു വീഡിയോ ആണ്, നമുക്ക് ആ വീഡിയോ കാണാം. ഞാനിവിടെ പാടാൻ മൂന്ന് കൊച്ചു ഓണപ്പാട്ടാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ഓടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി പറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ഓടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മടഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സദ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, ചന്ത വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ഓടി കൊടുത്തല്ലോ, ഉണ്ണിച്ചാടി മടഞ്ഞല്ലോ. എല്ലാവർക്കും ഓണ ആശംസകൾ. ഓക്കെ, ആഡോണും എന്റെ നാട്ടിൽ പിന്നെ ആഡോൺ ആണ് പാടിയത്, സൂപ്പർ ആട്ടോ ആഡോൺ. ഇനി അടുത്തത് ഞാൻ പോവേണ്ട സമയം, ഞാൻ ഒരാളെയും കൂടി വിളിച്ചിട്ട് ഞാൻ പോവാണ്. അടുത്തത് മുഹമ്മദ് ഷാമിൽ, നമ്മുടെ ഷാമിൽക്കാണ്. ഷാമിൽക്ക് ഒരു റീൽസിന്റെ വീഡിയോ ആണ്, അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. വീട്ടിൽ വീഡിയോ ഓൺ ചെയ്യും. ദിവ്യച്ചി, ജാബി, അമീറെ, എന്തോ റീൽസിന്റെ വീഡിയോ അമീറുണ്ട്.
ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഓക്കെ. അപ്പം ഷാമിൽക്ക് നല്ല അടിപൊളിയായിട്ട് റീൽ ചെയ്തിട്ടുണ്ട്. നല്ല തമാശയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പോകേണ്ട സമയമായി. ഞാൻ പോവുകയാണ്. ഇപ്പൊ നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാം. അടുത്തത് ഒരു റീൽസ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും റീൽസ് കാണാനും അതുപോലെ തന്നെ റീൽസ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് റീൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീൽസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഐഷ അഫ്രീനെ ക്ഷണിക്കാം. ഐഷ അഫ്രീൻ എന്റെ നാട്ടിലാണ്, എന്റെ നാട്ടിൽ നിന്നാണല്ലോ, എറണാകുളം. അപ്പൊ ഐഷ അഫ്രീൻ റീൽസ് പ്ലേ ചെയ്തോളൂ. ഐഷ അഫ്രീന്റെ കാണിച്ചിരുന്നോണ്ടാണ് അവൻ വിളിക്കുന്നത് സാറേ. അങ്ങോട്ട് നോക്കാണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശിശുന്ന് വിളിക്കുമല്ലോ. എന്റെ വീട്ടിൽ ആരുമില്ല, ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും. അവനെല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും വിളിക്കാന്ന്. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കുന്നവനല്ലേ. കാണാനൊന്നും കൊള്ളില്ല സാറേ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ല രസമുണ്ടായിട്ടാ. ഐഷ അഫ്രീൻ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കെ, ബൈ. ഇവിടെ ഇരിക്കട്ടാ, പ്രോഗ്രാം കഴിയണ. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത പ്രോഗ്രാം കാണാം. നമുക്ക് അടുത്ത പ്രോഗ്രാമിനായിട്ട് ആര് ക്ഷണിക്കാം? ഒരു പാട്ടാണ് കേട്ടാ. നേരത്തെ നമ്മൾ ഒരാളിൽ നിന്ന് കേട്ട ഒരു പാട്ട് തന്നെയാണ്. ആ പാട്ട് പാടാനായിട്ട് അദ്വൈത് മനുവിനെ ക്ഷണിക്കുന്നു. അദ്വൈത് മനു ഇടുക്കി സ്വദേശിയാണ്. അദ്വൈത് പാടാൻ വേണ്ടി പോകുന്ന പാട്ട് തിരുവാവണിരാവാണ്. അപ്പൊ അദ്വൈത്, വെൽക്കമിങ് അദ്വൈത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. കടക്കണ്ണിൻ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്ന നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ ദിനവോരമുണരുന്നു സംഗീതം, സംഗീതം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടിപൊളി. കരടി കളി കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രീരാഗിനെ ക്ഷണിക്കാം. ശ്രീരാഗാണ്.
ശ്രീരാം പൊട്ടി കളിക്കലേ വീട്ടുകാരെ ഞങ്ങൾ കരടി കളിക്കാൻ വന്നതാണേ സത്യാരോ 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 കടി സത്യാരേ 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 കാടിച്ചേ കാടിച്ചേ സത്യാരോ സത്യാരേ സത്യാരേ സത്യാരോ പട്ടി കാണിക്കലേ വീട്ടുകാരെ ഞങ്ങൾ കരടി കളിക്കാൻ വന്നതാണേ ബോണസ് കിട്ടിയ കാലമല്ലേ എന്താടി വന്യമേ ദുഃഖിച്ചിരിക്കുന്ന ബോണസ് കിട്ടിയ കാലമല്ലേ കരടിക്കാരപ്പണം തന്നൂടെ കരടിക്കാരപ്പണം തന്നൂടെ ശങ്കരപിള്ളയ്ക്ക് മക്കളില്ലാഞ്ഞപ്പോ ചക്കക്കുരുവിനെ ദത്തെടുത്തേ ശങ്കരപിള്ളയ്ക്ക് മക്കളുണ്ടായപ്പോ ചക്കക്കുരുവിനെ ചുട്ടതിന്നെ കാലിനെ ഇത്രയുള്ള കളി ഞാൻ കരടി കളിയുടെ പാട്ടാണ് ഞാൻ പാടിയത്. കൊല്ലക്കാരുടെ പ്രധാന കലയാണ് കരടി കളി. പാരമ്പര്യമായിട്ടുള്ള കലയാണ് കരടി കളി. അതാണ് ഞാൻ ഇപ്പൊ കളിച്ച് കാണിച്ചത്. കരടികൾ ഇവിടെ പലരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു, കാണാനും കേൾക്കാനും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഇവിടെ അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തു ശ്രീരാജ്. ഇനി നമുക്ക് അടുത്തതൊരു ഡാൻസ് ആണ്. ആ ഡാൻസ് ആരുടെ? ആ ഷർഫത്തിന്റെ ആണ്. അപ്പൊ നമുക്ക് ഡാൻസ് കണ്ടിട്ട് വരാട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു സോങ് ആണ്. അത് പാടാൻ വേണ്ടി പോകുന്നത് അഫീഫയാണ്. ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ KGF 3 ഏതാണ്? മെഹബൂബയാണ്. അഫീഫ, വെൽക്കം. സംഗീതം ശ്രീരാഗം മനോരജം മനോരാഗം സ്നേഹം എൻ കനവിൽ നിറയും മോഹം എൻ കൈകൾ തേടും നിറം ഞാൻ തന്നേ മലരാകും മെഹബൂബാ मैं तेरी महबूबा महबूबा मैं तेरी महबूबा महबूबा मैं तेरी महबूबा महबूबा मैं तेरी महबूबा കാരുണ്യമേഘങ്ങൾ തഴുകുന്ന കനവായി പൊഴിയുന്ന
നീലയാകണം എന്തേതനം കൂട്ട് ഞാൻ കിളിയാകണം എന്നുയിരങ്ങയും എന്നുടലിൽ പാടിനാനും എൻ ഹൃദയം ഹൃദയം വരയും നിൻ പ്രണയം തീരയും മെഹബൂബാ मैं तेरी महबूबा महबूबा हूँ मैं तेरी महबूबा थैंक यू ഇനി അടുത്ത നമുക്ക് മുമ്പേ സുഹൈൽ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിവിടെ സിയ ഉണ്ട്, നമ്മുടെ മൈൻഡിലെ പാട്ടുകാരിയാണ് സിയ. സിയ ഒരു നല്ല വൈബായിട്ട് ഒരു കുറച്ച് സോങ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സിയ റെഡിയാണ്? കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കരോക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഒരു മിനിറ്റ്. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാനെന്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എന്നിൽ സുഗന്ധം. മഴവില്ലു പോലെ 7 നിറമേഴും നിമിഷങ്ങൾ ഒതുക്കുന്നു ചിരിയിലും. അണിയുന്നു നമ്മൾ ലോലമഴയിൽ, അഴകിതൾ പൊഴിയുന്നൊരരിയിലും. തരുന്നു ഞാനെൻ പൂക്കൾ, കിനാവിൻ സമ്മാനങ്ങൾ, ഒളിക്കും പൂത്താളങ്ങൾ, അണയ്ക്കും പൊന്നാളങ്ങൾ, ഇടനെഞ്ചിൽ തൊടി കൊട്ടി ഉയരുന്നു മണിക്കുയിലിന്റെ സംഗീതം. ഒരു മേലിരുമയിൽ നിന്നുതിരുന്നൊരുന്മാദം. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാനെന്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ണല്ലേ നീ, ഓർമ്മയിൽ നുണയുന്ന പകൽ നുണയുന്ന മധുരങ്ങൾ. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാനെന്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എന്നിൽ സുഗന്ധം.